ചേട്ടാ, ഈ കഴിഞ്ഞ ദിവസം 2.5 വയസ്സുകാരി ആര്യതാര ഷാക്യ നേപ്പാളിലെ ജീവിച്ചിരിക്കുന്ന പുതിയ ദേവതയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? ഈ വാർത്ത എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുള്ള വാർത്തയാണ്. എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്കൊരു പുതിയ അറിവാണ് ആളുകൾക്ക്. അവിടുത്തെ ദേവിയായും കുമാരിയായും വിശ്വാസമാണ് ആര്യതാര ഷാക്യയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ബുദ്ധമതത്തിൻ്റെ ഒരു വിശ്വാസമാണ്. കൃഷ്ണശാക്യയാണ് നിലവിലുണ്ടായിരുന്ന കുമാരി. 2.5 വയസ്സ് ഉള്ള ആര്യതാര ഷാക്യ ഇനി ഋതുമതി ആകുന്നിടം വരെ ക്ഷേത്രത്തിനകത്താണ് താമസിക്കേണ്ടത്. അവർക്ക് ഈ മാതാപിതാക്കൾക്ക് കുഞ്ഞിനെ കാണണമെങ്കിൽ ഉത്സവ സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സാധാ ജനങ്ങൾ വരുന്ന പോലെ. അതെ ഭക്തർ വരുന്നത് പോലെ വന്ന് കണ്ടിട്ട് പോവാം. ഋതുമതി ആകുന്നിടം വരെയാണ് അവിടെ കഴിയേണ്ടത്. ഋതുമതി ആയിക്കഴിഞ്ഞാൽ ദേവി കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഈ കുമാരി തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ കഠിനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതൊന്ന്, ഈ 2-3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കിട്ടണം. അത് വെറുതെ ഒരു പെൺകുഞ്ഞിനെ കിട്ടിയാൽ പോരാ. ആ കുട്ടിയുടെ 3 തലമുറ, ആ കുഞ്ഞിൻ്റെ 3 തലമുറ അവരുടെ വംശത്തിൽ നിന്ന് പുറത്തു പോയി കല്യാണം കഴിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ആ ബ്ലഡ് പ്യുവറായിരിക്കണം. വേറൊരു വംശവുമായി ഇടകലർന്നു കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് രക്തശുദ്ധി നഷ്ടപ്പെട്ടു. അടുത്ത 3 തലമുറ എന്ന് പറയുന്നത് വളരെ ശുദ്ധമായ ബ്ലഡുള്ള, ആ പാരമ്പര്യമുള്ള ആളുകളായിരിക്കണം. അതൊന്ന്. 2, ഈ കുഞ്ഞിൻ്റെ ജാതകം രാജാവിൻ്റെ ജാതകവുമായി, അവിടുത്തെ രാജാവിൻ്റെ ജാതകവുമായി ഒത്തുചേരണം. ഇനി ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഇന്നേ വരെ 2.5-3 വയസ്സുള്ള ഈ കുഞ്ഞിൻ്റെ ശരീരത്ത് ഒരു മുറിവോ അല്ലെങ്കിൽ പാടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. സാധാരണ കുഞ്ഞുങ്ങൾ മുട്ടിലഴിഞ്ഞു തുടങ്ങുന്ന പ്രായം മുതൽ എന്തെങ്കിലും മുറിവുണ്ടാവുകയോ പാടുണ്ടാവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ഇതൊന്നും ഉണ്ടാകരുത്. അങ്ങനെയുള്ള കുഞ്ഞിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല നിറമുണ്ടായിരിക്കണം, തിളക്കമുള്ള ചർമ്മമായിരിക്കണം, അതുപോലെ തന്നെ കാലുകൾ മാനിൻ്റേതുപോലെ ആയിരിക്കണം. ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയാൽ മാത്രമേ അടുത്ത കുമാരിയായി തിരഞ്ഞെടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശബ്ദം അരയന്നത്തിൻ്റേതുപോലെ ശ്രുതിമധുരമായിരിക്കണം. പശുവിൻ്റെ പോലെ കൺപീലികളായിരിക്കണം. സിംഹത്തിൻ്റേതുപോലെയുള്ള നെഞ്ചായിരിക്കണം. അങ്ങനെ കുറേയധികം ലക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം ഒത്തുവരുന്ന കുഞ്ഞിനെ കിട്ടിയാൽ രാജപുരോഹിതന്മാരും ഈ ബുദ്ധ പുരോഹിതന്മാരും എല്ലാം കൂടെ ചേർന്നിട്ട് കുഞ്ഞിനെ ഏറ്റെടുക്കും. പിന്നെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾക്ക് കുഞ്ഞിൽ യാതൊരു അവകാശവും ഇല്ല. ഈ കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അച്ഛനാണ് അമ്മയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലാൻ പറ്റില്ല. കുഞ്ഞിനെ കൊണ്ടുപോയി മണിക്കൂറുകൾ നീണ്ട പൂജയുണ്ട്. കുഞ്ഞിനെ ഏറ്റെടുക്കുന്നു, കുഞ്ഞിനെ കൊണ്ടുപോയതിന് ശേഷം പൂജയാണ്. ഈ പൂജ കഴിഞ്ഞിട്ട്, പൂജയെന്ന് പറയുമ്പോൾ കുഞ്ഞ് അതുവരെ കഴിഞ്ഞത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണല്ലോ. അച്ഛനോ അമ്മയോ ആ വീട്ടിലുള്ള ആളുകളൊക്കെ ആയിട്ടാണ് കഴിഞ്ഞത്. കുഞ്ഞ് പിന്നെ പോകുന്നത് കുഞ്ഞിന് യാതൊരു പരിചയവുമില്ലാത്ത 2.5-3 വയസ്സുള്ള ഈ കുഞ്ഞ് യാതൊരു പരിചയവുമില്ലാത്ത ആളുകൾക്കൊപ്പമാണ് പോകുന്നത്. അപ്പോൾ ഈ പൂജ കഴിയുന്ന സമയത്തുമൊക്കെ അപരിചിതർക്കൊപ്പം, പൂജ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിന് യാതൊരു പരിചയവുമില്ലാത്ത ആളുകൾക്കൊപ്പം കഴിയണം. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളങ്ങനെ കഴിയാറില്ല. കുഞ്ഞെപ്പോഴും കാണുന്ന അമ്മയാണ്, അച്ഛനെയാണ്. അപ്പോൾ അവരെ വിട്ടുപോകുമ്പോൾ സങ്കടപ്പെടും, കരയും. ഇനി അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 108 ആടുകൾ, അതുപോലെ തന്നെ എരുമകൾ, ഇതിനെല്ലാം ബലി നൽകും. 108 ആടുകളെയും ഒരാടിനെ കൊല്ലുന്ന കണ്ടാൽ തന്നെ നമ്മളിവിടെ ബോധം കെട്ട് വീഴും. അപ്പോൾ ഈ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ 108 ആടുകളെയും എരുമകളെയും ബലി നൽകുന്നത്. ഈ കാഴ്ച കണ്ടിട്ട് കുഞ്ഞ് പേടിച്ച് കരഞ്ഞില്ലെങ്കിൽ, അപ്പോൾ ഈ ഒന്നാമത് 108 ആടിനെ ബലി നൽകുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം. നമുക്ക് ആ രംഗം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ നേരിട്ട് കാണുകയാണ്. നമ്മളിപ്പം ഈ ചിക്കനൊക്കെ വാങ്ങിക്കാൻ പോയാൽ തന്നെ കോഴിയെ കട്ട് ചെയ്യുന്നത്, അതിൻ്റെ തല അറുക്കുന്നത് സാധാരണഗതിയിൽ ചില ആളുകൾ കണ്ടു നിൽക്കാറില്ല, അങ്ങ് മാറി നിൽക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ പോകുമല്ലോ, അപ്പോൾ കോഴിക്കടയിൽ ചെന്നാൽ പറഞ്ഞിട്ട് നമ്മളങ്ങ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ 108 ആടുകളെയും എരുമകളെയൊക്കെ ബലി നൽകുന്നത് കണ്ട് കുഞ്ഞ് പേടിച്ച് കരഞ്ഞില്ലെങ്കിൽ ദേവി കുഞ്ഞിൻ്റെ ശരീരത്ത് പ്രവേശിച്ചു. അതാണ് വിശ്വാസം. കരഞ്ഞു പോയാൽ
തീർന്നു. അപ്പോഴേ അടുത്ത ആളെ തപ്പേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് ചെയ്യേണ്ടത് കുറേ ആഭരണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും. ആ ആഭരണങ്ങൾക്കിടയിൽ നിന്ന് പഴയ കുമാരി, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കൃഷ്ണശാക്യയായിരുന്നു പഴയ കുമാരിയെങ്കിൽ ആ കൃഷ്ണശാക്യയുടെ ആഭരണം തൊട്ട് കാണിക്കണം. അപ്പോൾ ഉറപ്പിച്ചു ദേവിയാണ്. ഇനി ഈ കുഞ്ഞിനെ ചെയ്യുന്നത്, ഈ ബലി നൽകിയ മുറിയുണ്ടല്ലോ, അവിടെ ചോര തളം കെട്ടി കിടക്കുകയാണ്. ആ മുറിയിൽ രാത്രി ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് കഴിയണം. രാത്രി ഒറ്റയ്ക്ക് കഴിയുക എന്നുള്ളത് മാത്രമല്ല, രാത്രി മുഴുവൻ ഈ കുഞ്ഞിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുഖം മൂടിയൊക്കെ ധരിച്ചിട്ട് പുരുഷന്മാർ കുട്ടിയുടെ ചുറ്റും കൂടും. അപ്പോൾ അത് കാണുമ്പോൾ കുഞ്ഞ് കരയുകയാണെങ്കിൽ ദേവി കൂടിയിട്ടില്ല എന്നാണ്. ഇത്രയൊക്കെ ആയിട്ട് കുട്ടി കരയുന്നില്ലെങ്കിൽ കുട്ടിയെ ദേവിയായി തിരഞ്ഞെടുക്കും. അതാണ് ഈ നേപ്പാളിലെ കുമാരിയെ തിരഞ്ഞെടുക്കുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുള്ളത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് വളർന്ന് പ്രായപൂർത്തിയാകുന്നത് വരെ നടക്കാൻ പാടില്ല, നിലത്ത് ചവിട്ടാൻ പാടില്ല. നിലത്ത് ചവിട്ടാതെ കുഞ്ഞിനെ, ഈ കുട്ടിയെ ചുമലിലോ അല്ലെങ്കിൽ രഥത്തിലോ കയറ്റിയാണ് എഴുന്നള്ളിക്കുന്നത്, അല്ലാതെ നടക്കാൻ പാടില്ല. അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്, അവർക്ക് മുമ്പാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കോടതിയൊക്കെ ഇടപെട്ടിട്ട് അവർക്ക് വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം തന്നെ TV കാണാനൊക്കെയുള്ള ഒരു അവസരവും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമാണല്ലോ, അത്രയും നാളുകളാണ് അവിടെ കഴിയേണ്ടി വരുന്നത്. കുഞ്ഞുങ്ങളുടെ കളിപ്രായമല്ലേ. അതുപോലെ ഇപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ, അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ചെയ്യാനുള്ള പ്രായം കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ പ്രായം എന്ന് പറയുന്നതാണല്ലോ അവിടെ കഴിയേണ്ടി വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് അത്രയും വയസ്സാകുകയാണ്. അപ്പോൾ അതിനുള്ളിൽ ഇവർ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അപ്പോൾ അക്ഷരം എഴുതാൻ അറിയാൻ വയ്യ, വായിക്കാൻ അറിയാൻ വയ്യ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാകും. അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ ഇടപെടലൊക്കെ വന്നിട്ട് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർക്ക് TV കാണാനുള്ള അവകാശവും അനുവാദവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇരുട്ട് നിറഞ്ഞ ദേവീഗ്രഹത്തിലാണ് കഴിയേണ്ടത്. ഇരുട്ട് നിറഞ്ഞ ഒരു കെയർ ടേക്കറുണ്ട്. ആ കെയർ ടേക്കറോടൊപ്പം ഇരുട്ട് നിറഞ്ഞ ദേവീഗ്രഹത്തിൽ കഴിയേണ്ടി വരും. ഇടയ്ക്ക് ഉത്സവ ദിനത്തിൽ മാത്രമാണ് പുറത്തു പോകാൻ, പുറം ലോകം കാണാൻ അനുവാദിയുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉത്സവ ദിനത്തിലാണ് ഈ മാതാപിതാക്കൾക്ക് വന്ന് കാണാൻ പറ്റുന്നത്. അവിടെ വന്നിട്ട് അച്ഛനാണ് അമ്മയാണെന്നും പറഞ്ഞ് കാണാനും പറ്റില്ല. മറ്റ് ഭക്തർ വരുന്നത് പോലെ വരാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ കുഞ്ഞിൻ്റെ ഇപ്പോൾ ഒരാളെ കണ്ടാൽ, നമ്മൾ കുഞ്ഞുങ്ങൾ സാധാരണ രീതിയിൽ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ പോലും ബസ്സിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ കൊച്ചു നോക്കി ചിരിക്കും. ഈ കുഞ്ഞ് ആരെയും നോക്കി ചിരിക്കാൻ പാടില്ല. അവർക്ക് അവിടെ വികാരങ്ങൾ പോലും പ്രകടിപ്പിക്കാൻ അവസരമില്ല. ചിരിച്ചാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ആള് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. എന്ന് വെച്ചാൽ ആരെ നോക്കിയാണോ ചിരിക്കുന്നത് ആ ആള് ഉടൻ തന്നെ മരിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ തലയാട്ടാൻ പാടില്ല. തലയാട്ടിയാൽ എന്തോ കുഴപ്പം സംഭവിക്കാൻ പോകുന്നു, എന്തോ അനർത്ഥം വരാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വിശ്വാസം. അതുപോലെ തന്നെ ഇനി വന്നിട്ട് ആഹാരം കൂടുതൽ ചോദിക്കുക എന്ന് വെച്ചാൽ, വിശക്കുമ്പോൾ നമ്മൾ രണ്ടാമതും ആഹാരം ചോദിക്കുമല്ലോ. അപ്പോൾ ആഹാരം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പിന്നെയും നമ്മളെടുത്ത് കഴിക്കും. ആഹാരം കൂടുതൽ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ധനനഷ്ടം എന്നാണ്. അപ്പോൾ ആഹാരം കൂടുതൽ ചോദിക്കാൻ പാടില്ല, ആളുകളെ നോക്കി ചിരിക്കാൻ പാടില്ല, തലയാട്ടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുമൊക്കെ അതിനോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കുഞ്ഞിന് ഏകാന്തമായ ജീവിതമാണ്, കളിക്കൂട്ടുകാരൊന്നുമില്ല. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വീട്ടിലിപ്പോൾ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളെങ്കിലും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് കൂട്ടുകാരുണ്ട്, അങ്ങനെ ജീവിച്ച് വളരാം. പക്ഷേ ഇത് അങ്ങനെ വെച്ചാൽ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ സാമൂഹികമായ ഒരു അന്തരീക്ഷത്തിലല്ല വളരുന്നത്. സാമൂഹിക ചുറ്റുപാടിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാതെ തടവിലകപ്പെട്ടതുപോലെ വളരുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം കഴിഞ്ഞ് ഈ കുട്ടി അത്രയും നാൾ അവിടെ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ ആദ്യത്തെ കുട്ടി ഋതുമതിയാകുന്ന സമയത്ത് ഈ കുഞ്ഞ് പുറംവാതിലിലൂടെ പുറത്തേക്ക് പോവുകയാണ്. അതേ സമയത്ത് തന്നെ ഇതുപോലെ ഒരു കുമാരിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. ആ കുമാരി മുൻവാതിലിലൂടെ അകത്തേക്ക് കയറുന്നു. ഇതേപോലെയുള്ള പരീക്ഷണങ്ങളെല്ലാം ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ ചില ലക്ഷണങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദേവി ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച് അടുത്ത ആൾ അവിടെ കഴിയാൻ തുടങ്ങുകയാണ്.
പിന്നെ ഇത് നമ്മളിതൊക്കെ പറയും, നമ്മളിതൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നെങ്കിലും അവിടെ ഇതൊരു വലിയ ബഹുമതിയാണ്. ശാക്യവംശത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതിനു വേണ്ടിയിട്ടൊരു മത്സരമാണ്. കാരണം അവരെ സംബന്ധിച്ച് സമൂഹത്തിൽ കിട്ടുന്ന ഒരു ആദരവും ബഹുമതിയൊക്കെ പിന്നെ അവർക്ക് ആജീവനാന്തകാലം പെൻഷനുണ്ട്. കുമാരിയായിട്ടുള്ള കുഞ്ഞിൻ്റെ വീട്ടുകാർക്ക് ആജീവനാന്തം പെൻഷനുണ്ട്. അതുപോലെ തന്നെ നേപ്പാൾ പ്രസിഡൻറ്റ് പോലും ഈ ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരും. അപ്പോൾ അത്രയും ഒക്കെയുള്ള ഒരു ബഹുമതി ഒക്കെ കിട്ടുന്നതായതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന കുഞ്ഞിൻ്റെ അല്ലേ ഈ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുമെന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും അവരെ സംബന്ധിച്ച് അവരൊരു ബഹുമതിയായിട്ടും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ഉണ്ടായിരുന്ന അത് കൃഷ്ണശാക്യയാണ്. ഇപ്പോൾ പുതിയ ആൾ വന്നിരിക്കുന്നു, ആര്യതാര ഈ കുമാരിയായി അവരോധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ആര്യതാര വന്നതിന് ശേഷമാണ് ചില കുറിപ്പുകളൊക്കെ വരികയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്യുന്നത്. കുഞ്ഞിനെ ഏറ്റെടുക്കുന്നു, മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് വീഡിയോകളൊക്കെ പ്രചരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ജൻസി കലാപത്തിന് ശേഷമൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അതെ, അത് മുമ്പേ ഉള്ളതാണ്. ആ ഒരു നാട്ടിലെ ഒരു വിശ്വാസവും ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ നാട്ടിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശാസ്ത്രം പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ലോകം പുരോഗമിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിപ്പോൾ ഈ ബാലാവകാശ പ്രകാരമൊക്കെ കേസെടുക്കും അല്ലേ, കുട്ടിയുടെ അവകാശത്തിൽ ഹനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ള രീതിയിൽ കേസെടുക്കേണ്ടി വരും. ബാലവേല പോലും നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പാടില്ല. കാരണം അവരെ അടിസ്ഥാനപരമായി ആ പ്രായത്തിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഓരോ നാട്ടിലും ഓരോ വിശ്വാസങ്ങളും ഓരോ ആചാരങ്ങളും ഒക്കെയാണ്. അത് ആ നാട്ടിലെ ആളുകളെ സംബന്ധിച്ച് അവരത് സന്തോഷത്തോടെ അതൊരു ബഹുമതിയായി കണക്കാക്കുന്നു. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം പുതിയ ദേവിമാരും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരി.